നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് മഞ്ജുഷ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം എനിക്കൊരു കാലുവേദന വന്നാണ്. അത് കാലുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോകുന്നൊരവസ്ഥ എനിക്കുണ്ടായി. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ 3 ദിവസം എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. 3-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു കുറവില്ലാത്തതുകൊണ്ട് ക്യാൻസറിൻ്റെ ലക്ഷണമാകാം, അതുകൊണ്ട് നാളെ മുതൽ അതിൻ്റെ ചികിത്സ തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുപോയേക്ക്, എനിക്ക് ഇവിടെ എന്നെ കിടത്തണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി. പിറ്റേ ദിവസം മുതൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു 5-6 പ്രാവശ്യമായിട്ട് കഴിച്ചു. അതിനിടയ്ക്ക് എനിക്ക് മരുന്ന് കഴിക്കുമ്പോൾ കുറവ് വരും, അല്ലാതെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പഴയ പോലെ തന്നെ ആവുമായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് അറിഞ്ഞു. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് 6-ാമത്തെ പ്രാവശ്യം പോയി അവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചു. അന്ന് വൈകിട്ട് എനിക്ക് തോന്നി ഇനിയും ഗുളിക കഴിക്കണ്ട എന്ന് തോന്നി. ഞാൻ മനസ്സുകൊണ്ട് അത് ഉറപ്പിച്ചു, ഇനിയും ഞാൻ ഗുളിക കഴിക്കില്ല എന്ന്. പിന്നെ 5/4/2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് 3 മാസത്തിനുള്ളിൽ എനിക്ക് ആ കാലുവേദനയ്ക്കൊരു ശമനം തരണമെന്ന് വിചാരിച്ചു. അമ്മയോട് പറഞ്ഞു. എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും മുടങ്ങാതെ. എനിക്ക് അറിയില്ലായിരുന്നു ഒന്നും, പക്ഷേ ഞാനിതെല്ലാം ചൊല്ലുമായിരുന്നു അറിയാവുന്ന രീതിയിൽ. എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു. 1 മാസം ആയപ്പോഴത്തേന് എനിക്ക് കുറവായി, നടക്കാൻ പറ്റി, ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്കെല്ലാം ഞാനിവിടെ വരുമായിരുന്നു. എല്ലാ മാസങ്ങളിലും ഞാൻ വരാൻ ശ്രമിക്കുമായിരുന്നു. പറ്റുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരും. 3-ാം മാസം കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കുവാനായിട്ട് 3 മാസം 90 ദിവസത്തേക്ക് എൻ്റെ കാലുവേദന അമ്മ പൂർണ്ണമായിട്ട് അതെനിക്ക് മാറ്റി തന്നു. പക്ഷെ എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു തുണിക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇങ്ങോട്ട് വരുവാനോ എങ്ങും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 2 മാസത്തോളം എനിക്ക് ഉടമ്പടി പുതുക്കുവാൻ കഴിഞ്ഞില്ല, മുടങ്ങി. പിന്നെ 19/9/2023 ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. അതിനിടയ്ക്കൊക്കെ ഞാൻ 2 മാസത്തിന് മുമ്പ് വന്നായിരുന്നു, 3 മാസത്തിനിടയ്ക്ക്. 19/9/2023 വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞാൻ പറഞ്ഞു എനിക്ക് കാരുണ്യപ്രവർത്തികളൊന്നും അതിനു മുമ്പ് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാനൊരു ഉറപ്പ് വെച്ചു, എനിക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം ചെയ്യണം എന്ന് ഞാനങ്ങനെ വെച്ചു, പ്രാർത്ഥിച്ചു. ഭർത്താവിനാണെങ്കിലും മദ്യപാനം നല്ല രീതിയിലുണ്ടായിരുന്നു, കുടിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിന് വലിയൊരു വേദനയായിരുന്നു. പിന്നെ വർക്ക്ഷോപ്പിൻ്റേതായിട്ടുള്ളൊരു സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പുണ്ട്. അവിടെയും പ്രശ്നങ്ങളായി, കടബാധ്യതകളുണ്ടായിരുന്നു, അതൊന്നും വീട്ടാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ 30-ാം തീയതി ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് പൂട്ടും എന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ 29-ാം തീയതി 25 കഴിഞ്ഞപ്പോൾ മുതൽ പൈസയ്ക്ക് ഒരു വഴിയില്ല. 20,000 രൂപ ഞങ്ങൾക്ക് കെട്ടിവെക്കണമായിരുന്നു, എന്നാൽ മാത്രമേ വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരവസ്ഥ വന്നപ്പോൾ കരഞ്ഞു. ഭർത്താവ് പറഞ്ഞു നമുക്കിനി വർക്ക്ഷോപ്പ് വേണ്ട, ഞാൻ കൂലിക്ക് എവിടെയെങ്കിലും പൊക്കോളാമെന്ന് പറഞ്ഞായിരുന്നു. ഞാനും പറഞ്ഞു അങ്ങനെ ചെയ്യാം, പൈസ അടയ്ക്കാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. 27-28 ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് പൈസ എങ്ങനെയും അടയ്ക്കാം, പക്ഷേ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു 30-ാം തീയതി പൈസ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ അന്ന് മുതൽ മദ്യപിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 29-ാം തീയതി ഭയങ്കരമായ വേദനയിൽ ഞാൻ കരഞ്ഞു. വൈകിട്ട് ഒരു 6:30 ആയപ്പോൾ ഞാനിരുന്ന് ജപമാല ചൊല്ലി, സിറ്റൗട്ടിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ കരഞ്ഞു, ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാണ് ജപമാല ചൊല്ലിയത്. എൻ്റെ മുന്നിൽ അമ്മ വന്നൊരു സ്വർണ്ണ കളറിൽ നിൽക്കുന്നു. 2 സെക്കൻഡേ ഞാൻ കണ്ടുള്ളൂ. അത് വലിയൊരു രൂപമായിരുന്നു, ഭയങ്കര വലുത്, സ്വർണ്ണ കളറാണ് അത് മൊത്തത്തിൽ.
ഞാൻ പെട്ടെന്ന് അണ്ണനെ വിളിച്ചു. അമ്മ വന്നു എന്ന് പറയുകയും അണ്ണൻ വന്നപ്പോഴത്തേനും അതങ്ങ് പോയി. പിന്നെ കാണാൻ പറ്റിയില്ല. എനിക്ക് കരയണോ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി. നാളെ മുതൽ എൻ്റെ ഭർത്താവ് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി. പിറ്റേ ദിവസം രാവിലെ എന്നോട് ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കണമെങ്കിൽ അമ്മ മാതാവിൻ്റെ മുന്നിൽ വെച്ച് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വാക്ക് തരാമെന്നുണ്ടെങ്കിൽ 30-ാം തീയതി പൈസ ഞാൻ എവിടുന്നെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 30-ാം തീയതി രാവിലെ എന്നോട് പറഞ്ഞു, പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മ മാതാവിൻ്റെ മുന്നിൽ വെച്ച് എന്നോടും എൻ്റെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു, ഞാൻ ഇനി ഇന്നു മുതലും മദ്യപിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്നിട്ടും ഒരു വിശ്വാസം വന്നില്ല. കാരണം പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് വിശ്വാസം വന്നില്ല. ഞങ്ങൾ പോയി. പക്ഷേ എനിക്കൊരു ചെറിയ ആശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ 20,000 രൂപ ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് അവിടുന്ന് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ 2 പേരും കൂടെ പൈസ അടച്ചു. വർക്ക്ഷോപ്പ് പൂട്ടുവാൻ ഉള്ളൊരവസ്ഥ മാറി കിട്ടി. അന്ന് വൈകിട്ട് കുടിക്കുമെന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. പക്ഷേ അന്ന് കുടിച്ചില്ല. അന്ന് വൈകിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, 33 ദിവസത്തേന് ഞാൻ ഉപവാസമെടുത്ത് 2 മണി വരെ ഉപവാസമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. 33 ദിവസവും 33 വിശ്വാസ പ്രമാണവും, ഒരു ദിവസം 33 വിശ്വാസ പ്രമാണവും, 33 സ്വർഗസ്ഥനായ പിതാവും, 33 നന്മ നിറഞ്ഞ മറിയവും, പിന്നെ 2 ബൈബിളിലെ 2 വചനങ്ങൾ, ഞാൻ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്ന 2 വചനങ്ങളുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വലം കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. 2-ാമത്തെ വചനം, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പൊടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും നിനക്ക് തരും. ഇത്രയും കാര്യങ്ങളും ഞാൻ 33 ദിവസം 33 പ്രാവശ്യം വീതം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അത് വീട്ടിൽ ഇരുന്ന് എനിക്ക് ചൊല്ലാൻ സമയമില്ല. രാവിലെ ജോലിക്ക് പോകുന്നതാണ്. ഞങ്ങൾ 4 പേരും, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്നതാണ്. വൈകിട്ട് വരുമ്പോൾ 8 മണി 8:30 ആകും. അപ്പം ഞാൻ ജോലിയുടെ ഇടയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഞാൻ ബൈബിള് വായിക്കും. ഫോണിൽ ആപ്ലിക്കേഷൻ എടുത്തിട്ടിട്ടുണ്ട്, അതിൽ നിന്ന് നോക്കി വായിക്കും. എല്ലാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും. പിന്നെ ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് പത്രങ്ങളെല്ലാം കൊടുക്കും. ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പത്രങ്ങളെല്ലാം കൊടുക്കും. പിന്നെ അവിടെ വരുന്ന വയ്യാത്തവരായിട്ടുള്ളവർക്കൊക്കെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് ചെയ്യും. പിന്നെ എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരോട്, വരുന്നവരോടും കാണുന്നവരോടൊക്കെ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ കാരണം ഇവിടെ കുറേ പേര് വന്നിട്ടുമുണ്ട്. അവരൊക്കെ സ്ഥിരമായി വരുന്നുണ്ട്, വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ടില്ല, ഇനിയും മദ്യപിക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ മദ്യപാനം നിർത്തി 3-4 ദിവസം ആയപ്പോഴത്തേന് അതിന് കണ്ണിനൊരു മഞ്ഞ നിറമൊക്കെ ആയി, മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ പേടിയായി. ഞങ്ങൾ ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് നോക്കാൻ പറ്റത്തില്ല, മദ്യപിക്കുന്ന ആളായതുകൊണ്ട് നോക്കാൻ പറ്റത്തില്ല. പ്രൈവറ്റിൽ വിട്ടു. പ്രൈവറ്റിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അത് ലങ്സിലേക്ക് ബാധിച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ ലങ്സിലേക്ക് ബാധിച്ചിട്ടുണ്ട്, കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് മൈക്രോ ലാബിൽ പോയി നോക്കിയപ്പോൾ 3.4 ആയിട്ട് കണ്ടു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടെസ്റ്റിനെല്ലാം എഴുതി തന്നു. ഞങ്ങൾ പോയില്ല. അവിടെ അടുത്തൊരു വീട്ടിൽ തന്നെ പച്ചമരുന്ന് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് ലാബിൽ പോയി ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കി. അത് ഞാൻ ദിവസം അന്ന് മുതൽ വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് തൈലം തേച്ച് കുരിശും വരച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 2ാമത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് 1.2 ആയിട്ടത് മാറി. മഞ്ഞപ്പിത്തം 1.2 ആയിട്ടത് മാറി. അങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇപ്പം യാതൊരു കുഴപ്പവും ഇല്ല. പഥ്യം നോക്കുന്നുണ്ട്. ഇന്ന് തന്നെ ആയാലും അതിന് കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തോടെ പോകുന്നു. പിന്നെ അധികം വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ എന്തിനും എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിളിച്ചാൽ വരും.
നേരത്തെ വരാനൊക്കെ ഒരു മടിയുള്ള ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും രണ്ടുപേർക്കും ഞാൻ വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും രണ്ടുപേരും എൻ്റെ കൂടെ നിന്ന് മുട്ടുകുത്തി നിന്ന് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. മോനൊരു കാലുവേദന ഉണ്ടായിരുന്നു. ആ കാലുവേദന ഞാനത് തൈലം തേച്ച് കുരിശ് വരച്ചതിന് ഇതായിട്ട് അത് പൂർണ്ണമായിട്ട് അമ്മ മാതാവ് മാറ്റിക്കൊടുത്തു. പിന്നെ കുഞ്ഞിനൊരു വയറുവേദന ഉണ്ടായിരുന്നു, മോക്ക്. ഇടയ്ക്കിടയ്ക്ക് അവൾ എന്ത് കഴിച്ചാലും വയറുവേദനയാണെന്ന് പറയും. അതും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് അതും പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുത്തു.